ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇത് ആഗസ്റ്റ് മാസം. നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഒരു സന്തോഷത്തിന്റെ മാസമാണ്. പതിറ്റാണ്ടുകളുടെ അടിമത്തത്തിൽ നിന്നും ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത് ആഗസ്റ്റ് മാസത്തിലാണ്. എന്നാൽ മാനവരാശിയെ സംബന്ധിച്ച് ഈ മാസം വലിയ ദുർവിധിയുടെ ഓർമ്മപ്പെടുത്തലാണ്. ആണവായുധം എന്ന മഹാവിപത്തിന്റെ പേടിപ്പെടുത്തുന്ന ചിത്രങ്ങളെ ബാക്കിയാക്കിയ ഹിരോഷിമ നാഗസാക്കി ദുരന്തങ്ങളുടെ മാസമാണിത്. ആഗസ്റ്റ് മാസം ലോകത്ത് ആദ്യമായുള്ള അണുബോംബ് പ്രയോഗം നടന്നിട്ട് 77 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഇത്രയും കാലം പിന്നിട്ടിട്ടും ആറ്റം ബോംബ് വർഷിച്ച തീവ്രതയും ദൈന്യതയും കുറയുന്നില്ല. 1945 ആഗസ്റ്റ് 6-നാണ് ജപ്പാനിലെ ഹിരോഷിമ നഗരം അമേരിക്ക വർഷിച്ച അണുബോംബിൽ തകർന്നടിഞ്ഞത്. 3.5 ലക്ഷം ജനസംഖ്യ ഉണ്ടായിരുന്ന നഗരത്തിലെ 2 ലക്ഷം പേരും മരണമടഞ്ഞു. സ്ഫോടനം നടന്ന ഹിരോഷിമയിൽ ഏകദേശം എല്ലാ കെട്ടിടങ്ങളും തകർന്നടിഞ്ഞു. 2 ലക്ഷത്തിലധികം പേർ ആണവ വികിരണത്തിന്റെ ഫലമായി ജനിതക വൈകല്യമുള്ളവർ ആയിത്തീർന്നു. മാറാരോഗങ്ങൾ ഇന്നും ആയിരങ്ങളെ വേട്ടയാടുന്നു. ഹിരോഷിമ ദുരന്തത്തിന്റെ 3-ാം നാൾ തന്നെ അമേരിക്ക നാഗസാക്കി നഗരത്തെയും തകർത്തെറിഞ്ഞു. ഓരോ യുദ്ധങ്ങളിലും ഇല്ലാതാവുന്നത് നിർഭരമായ മനുഷ്യ സംസ്കാരമാണ്. സാമ്രാജ്യത്വ ശക്തികൾ അധികാര മേൽക്കോയ്മ നേടാനും നിലനിർത്താനും നടത്തുന്ന യുദ്ധങ്ങളിൽ ഇല്ലാതെയായത് നിഷ്കളങ്കമായ ജീവിതങ്ങളായിരുന്നു. മറ്റൊരു മഹായുദ്ധത്തിനായി ലോകരാജ്യങ്ങൾ മുന്നിട്ടിറങ്ങാത്തത് ഇനിയും മാറാത്ത ദാരുണ ചിത്രങ്ങളായി ഹിരോഷിമയും നാഗസാക്കിയും നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നത് കൊണ്ടാണ്. മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ആധുനികതയിലേക്കുള്ള വളർച്ചയിൽ ശാസ്ത്രത്തിന്റെ പങ്ക് വളരെ വലുതാണ്. എന്നാൽ അതിന് മറ്റൊരു മുഖം കൂടിയുണ്ട്. ഹിരോഷിമയുടെയും നാഗസാക്കിയുടെയും മുഖം, ഭീതിയുടെയും ദൈന്യതയുടെയും മുഖം. അമേരിക്കയെ കൂടാതെ ലോകത്തിലെ മുൻനിര രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ന് ആണവ ശക്തികളായി മാറിക്കഴിഞ്ഞു എന്നുള്ളത് മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് കടുത്ത ഭീഷണിയാണ് ഉയർത്തുന്നത്. ഹിരോഷിമയിലും നാഗസാക്കിയിലും വർഷിച്ചതിനേക്കാൾ 1000 മടങ്ങ് സംഹാരശേഷിയുള്ള ആണവായുധങ്ങളാണ് ഇന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആഗോള ആണവ നിരായുധീകരണം ഇന്നിന്റെ ആവശ്യകതയാണ്. അതുകൊണ്ട് തന്നെ ലോക സമാധാനം പുലരേണ്ടതിനായി ഓരോ മനുഷ്യനും പ്രതിജ്ഞയെടുക്കേണ്ട സമയമാണിത്. ഒപ്പം ലോക നന്മക്കായി നിലകൊള്ളാൻ ശാസ്ത്രത്തിനും കഴിയണം. നന്ദി, നമസ്കാരം.